ഹായ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ 2020 വേൾഡ് കപ്പ് സ്ക്വാഡ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അതൊരു സംശയമില്ല. ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഫോർ നൗ. ആൻഡ് ഇന്ത്യയുടെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഇതുവരെയായിട്ട് ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ഒരു 2020 വേൾഡ് കപ്പ് സ്ക്വാഡ് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. കാരണം അവരുടെ ഇപ്പോഴുള്ള കളിക്കാരുടെ ഏജ്, അവരുടെ എക്സ്പോഷർ, അവരുടെ സമീപകാല പ്രകടനങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ എല്ലാം കൂടി ഒത്തിണങ്ങിയ പോലത്തെ ഒരു കിടിലൻ ടീമിനെ കിട്ടിയിരിക്കുന്നത്. ഒരു റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴും ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ അയ്യര് കളിയാണ് ഇന്ത്യൻ ടീമിൽ. അത് എന്തൊക്കെ ഷോട്ടുകൾ അവർ കളിക്കണം, എൻ്റെ അമ്മോ. ശരിക്കും അത്രയും തന്നെ. അതുകൊണ്ട് തന്നെയാണ് പല ടീമുകളും, ഇപ്പോൾ പാകിസ്ഥാനെ പോലത്തെ ടീമുകൾ പോലും ഇന്ത്യയോട് കളിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. തോറ്റിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും വലിയ തെറി അവർ കേൾക്കും. തോക്കുന്നുള്ളത് 100% എല്ലാവർക്കും ഉറപ്പായി. അപ്പോൾ അതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, സൂര്യകുമാർ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, സൂര്യകുമാറിൻ്റെ റോൾ എന്താണോ അത് കറക്റ്റായിട്ട് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ടാക്റ്റിക്കലായിട്ടുള്ള ഡിസിഷൻസ് കറക്റ്റ് ടൈമിലെടുക്കുക. അത് മാത്രമേ വർക്കൗട്ട് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നല്ല സ്മൂത്തിലാണ് പോകുന്നത്. കിഷൻ്റെയൊക്കെ ഫോം എന്ന് പറഞ്ഞാൽ കിഷനൊക്കെ ഇന്നലെ വലിപ്പിച്ചാണ്. കാര്യം നമ്മൾ മിസൈലുകൾ പരീക്ഷിക്കുന്ന പോലെയായിരുന്നു. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു, അത് കയറ്റി തിരിച്ച് കയറിക്കോളാൻ പറഞ്ഞു. ബാക്കി സമയമാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ എത്രയും പേര്, അഭിഷേക് ശർമ്മ, അങ്ങനെ എല്ലാവരും ഇന്നലെ നല്ല എക്സ്പോഷർ കൊടുത്തു. എല്ലാവർക്കും ഇന്നലെ ഒരു പരീക്ഷ ദിവസം അടിച്ചു നോക്കി. എല്ലാവരും ഓക്കെയാണ്. ഇനി ഫുൾ ഫ്രിഡ്ജിൽ തന്നെ നമ്മുടെ സീരിയസ് ഗെയിമുകളിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് മാച്ചുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ തുടങ്ങുവാണ്. അത് ടീം കോംബോയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അഭിഷേക് ശർമ്മ, കിഷൻ, സഞ്ജു, പിന്നെ വരുന്നത് തിലക് വർമ്മ, സൂര്യകുമാർ, ഹാർദിക്, അസ്കർ പട്ടേൽ, റിങ്കു സിംഗ്, ദുബെ, ലോക ക്ലാസ്സാണ്, ലോക ക്ലാസ്. ഈ ലോകത്തിൽ ഇതേപോലെ ഒരു 2020 സ്ക്വാഡ് എൻ്റെ ചരിത്രത്തിൽ ഞാൻ ഇതുവരെയായിട്ടും കണ്ടില്ല. അസാധ്യ ടീം കോംബോയാണ്, ഒരു സംശയമില്ല. ശരിക്കും ഭയങ്കര കൊതിയാവുന്നു ഈ ടീമിൻ്റെ വേൾഡ് കപ്പ് കളികൾ അങ്ങോട്ട് കാണാനായിട്ട്. സത്യമായിട്ടും അത്രയും ഞാനത് പ്രതീക്ഷിക്കുന്ന ഒരു ടീമാണ്, ഒരു സംശയമില്ല. നല്ല സൂപ്പർ ടീം. വേൾഡ് കപ്പ് ടീം 1-2 മാസത്തിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അതിനെപ്പറ്റിയൊക്കെ. ബട്ട് അന്ന് ഞാൻ ഇത്തരം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടീം സെലക്ഷൻ കയറി വരുമെന്നുള്ളത്. അന്ന് നമ്മൾ റിങ്കു സിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. കിഷൻ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കിഷൻ്റെ വിഷയം കൂടിയുണ്ട്. കിഷൻ നന്നായിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഇത്ര നാൾ പുറത്തിരുന്നതിൻ്റെ ആ ഒരു റിയലൈസേഷൻ പുള്ളിക്ക് ഉണ്ടാകട്ടെ. കാര്യം എപ്പോഴും സീരിയസ് ഗെയിമിലേക്ക് വരുമ്പോൾ ഇതുവരെ കളിച്ച പോലെയല്ല, സീരിയസ് അടുത്ത കളിയൊക്കെ വരുമ്പോൾ കിഷൻ കുറച്ചും കൂടി ഒരു അലസത കാണിക്കും, വല്ല ടെൻഷൻ കൊണ്ട് പോകുന്നതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം അത് ഇല്ലാതിരിക്കട്ടെ. കാര്യം ഇത്ര നാൾ പുറത്തിരുന്നതല്ലേ, എൻ്റെ പൊന്നുപോലെ നീ മര്യാദക്ക് കളിച്ചേക്കണം. കളിച്ചാൽ സൂപ്പറാണ്. കഴിഞ്ഞ ദിവസം എടുത്ത ഷോട്ടുകളൊക്കെ എന്ന് പറയുന്നത് ശരിക്കും അത് എങ്ങനെ ഒരു മനുഷ്യന് ആ പരിമിതികൾ കൊണ്ട് ആ ഷോട്ടുകൾ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ അതിശയപ്പെട്ടു. കിഷൻ എടുത്ത ആ ബാക്കിലേക്കുള്ള 2-3 സിക്സുകളിലോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരെണ്ണമുണ്ട്, ആ ഫ്ലിക്ക്. അതെങ്ങനെ എടുത്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത് പുള്ളി തന്നെ ചെയ്തതാണോ അതോ ദൈവം ഇറങ്ങി വന്ന് ബാറ്റ് ചെയ്തതാണോ? എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരെ തോന്നി. അത് എങ്ങനെ ഷോട്ട് എടുക്കുന്നു, എങ്ങനെ സംഭവിക്കും? നമ്മൾ ഈ ആനിമേറ്റഡ് ഒരു അനിമേഷൻ വീഡിയോ ക്രിക്കറ്റിൻ്റെ കണ്ട പോലെ ആയിപ്പോയി ആ ഷോട്ട്. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ശരിക്കും. ആ ബോളർക്ക് ഞാൻ വിചാരിച്ച ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ബോളർ ഞെട്ടിപ്പോകുന്നു. ബോളർക്ക് ഞെട്ടലൊന്നുമില്ല, പുള്ളി ഏതോ കിളി പോയ പോലെ നിൽപ്പുണ്ടായിരുന്നു. അതായത് സൂപ്പറായിരുന്നു.